നമുക്ക് കൃപ കിട്ടാതെ നാം പോകരുത്. അതിനുവേണ്ടി കാത്തിരിക്കുക. യെശയ്യാ 30:15-18 വേണം. എടുത്ത് ചാടരുത്. കുതിരപ്പുറത്ത് കയറല്ലെന്ന് പറഞ്ഞാലോ പ്രാർത്ഥനക്കാർ പെണ്ണിന് സമ്മതിക്കും? സമ്മതിക്കരുത്. ആ പറ്റ ഭർത്താവിനെ തരിയും പ്രാർത്ഥന കൂടും. കണ്ട അവസാനം ഉള്ള പിശാചിനെല്ലാം കൂടി വീട്ടിൽ കൊണ്ടൊന്ന് കേട്ടു. ഒരു പഴുത് മാത്രമാണത്. അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിശാച്. ലോകം മുഴുവൻ അവന്റെ രഹസ്യം പറയണമെങ്കിലും നമ്മൾ ഈശോയിൽ വന്ന് കൃപ കിട്ടണം. എല്ലാത്തിനും ഇവിടെ എന്തെല്ലാം നടക്കുന്നത് എല്ലാം വചനമാണ്. നിങ്ങളെല്ലാം വചനത്തിൽ വരണം. വചനം ഇല്ലാത്തവർ ഇതെല്ലാം ദോഷകരമായിട്ട് അവർക്ക് തോന്നും. 1 Corinthians 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല. ഫിലിപ്പിയർ 3:21 സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ബലഹീനമായ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ ഈശോ രൂപാന്തരപ്പെടുത്തി തരും. നാം പ്രാർത്ഥന ഉപവാസവും വേണം. മാർക്കോസ് 9:29. ഇവിടെ പ്രാർത്ഥന ഉപവാസം എന്ന് പറഞ്ഞാൽ കട്ടുന്നതല്ല. ഈശോ പറഞ്ഞ പോലെയാണ്. ഭക്ഷണം കൂടുതൽ തിന്നുന്നവർക്ക് വല്ലതും കിട്ടുമോ? അതുകൊണ്ടാണ് പലർക്കും കിട്ടാത്തത്. ഉള്ള വാരി വയറ് മുഴുവൻ എത്ര സാധനമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതെല്ലാം തിന്നുകൂട്ടിയാൽ കാലത്ത് തെറ്റി, ഉച്ചക്ക് തെറ്റി, പിന്നെ തെറ്റി, വൈകുന്നേരം തെറ്റി. അതാണ് ഫിലിപ്പിയർ 3:19 അറിയാം. നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം. ഉദരം എന്താണ്? വയറാണ് അവരുടെ ദൈവം. മനസ്സിലായോ? അല്ലെങ്കിൽ ദൈവം എല്ലാം തരും. അതിനാണ് ഉപവാസം ചെയ്യണം. നിങ്ങൾക്ക് പീഡനം കിട്ടണം. പീഡനം കിട്ടിയാലേ ഈശോയ്ക്ക് വരുവുള്ളൂ. അതുകൊണ്ടാണ് സംഗീതത്തിന് 69:1-12 വാരം കേട്ടോ എന്താ പറയുന്നതാണ്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തും, കളിയാക്കും. ഇതെല്ലാം നിങ്ങൾ സഹിക്കണം. സഹിച്ചു വരുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് വാസോർമ്മ. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. ജോലിയാൽ പ്രവാചകൻ 2:28-29 അവസാന നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ എല്ലാവരും വർഷിക്കും. ഇതാണ് ഈശോ വന്ന് ആദ്യം വിശുദ്ധ കൊണ്ടുകടുത്ത് സിനഗോഗിൽ വെച്ച് തുറന്നത്. ലൂക്കാ 4:17-21 വനമാണ്. അതാകട്ടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-4 വനമാണ്. ഇതാണ് അപ്പോസ്തല പ്രവർത്തനം 2:17-21 വനം. ഇതാണ് മത്തായി 12:17-21 വനം. ഇതാണ് കർത്താവിന്റെ ദാസൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 42:1-9 വനവും 49:1-7 വനവും 50:4-11 വനവും 52:13-15 വനവും നമ്മളെ പറ്റിയാണ് യെശയ്യാ പറഞ്ഞിരിക്കുന്നത്. ആദ്യമാണ് നമുക്ക് ഈശോയെ പറ്റി തോന്നുന്നത്. നമ്മൾ ഈശോയുമായി ഒന്നായാലോ? യോഹന്നാൻ 3:30 നാം ഇല്ലാതെയാകണം. നാം ഇല്ലാതെ ആവുന്നുണ്ടോ? ഇല്ല. കെട്ടത്തിന് കൊമ്പാണ് വരണത്. 2 വചനം കേൾക്കുകയാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് ആദ്യകാലത്തായിരുന്നു. അന്ന് എനിക്കിട്ട് പാര വെക്കണം, വചനം വേണ്ട. എവിടെയെങ്കിലും ചെന്ന പ്രാർത്ഥനക്കാരി പെണ്ണുങ്ങൾ എനിക്കിട്ട് വചനം വേണ്ട, പാര വെക്കണം ദൈവമൊക്കെ പറഞ്ഞ്. അപ്പൊ ഒരിക്കൽ വല്യമായിരുന്നു, ഭയങ്കര പ്രാർത്ഥന, വചനം പറയുകയാണെന്നില്ല. ഞാൻ എന്ത് വചനം പറഞ്ഞു? ഞാൻ തുടങ്ങുന്നത് യോഹന്നാൻ 14:6, യോഹന്നാൻ 8:19 ആ സമയത്ത്. എന്താണ്? നിങ്ങൾ എന്നെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞിരുന്നാൽ എന്റെ പിതാവായ ദൈവത്തെ അറിഞ്ഞു. യോഹന്നാൻ 14:6 ഞാനാണ് വഴി, സത്യവും ജീവനും, എന്നെ കൂടി അല്ലാതെ ഒരൊറ്റൊരുത്തന് പോലും ഒരു കൃപയും കിട്ടാൻ പോകുന്നില്ല ഈശോ ഇല്ലാതെ. അത് അമ്മയായ മറിയത്തിൽ കൂടി വരുന്ന കൃപ. ഈ മറിയത്തിന്റെ കൃപ അപാര കൃപയാണ്. അത് അറിയാൻ പാടില്ലാത്ത കാര്യം എന്തുകൊണ്ടാണ്? ഈശോയിൽ വരുന്നില്ല, പൂർണ്ണ ഹൃദയം കൊടുത്തിട്ടില്ല. ഈശോയ്ക്ക് ആവശ്യം പൂർണ്ണ ഹൃദയമാണ്. ഇത് പപ്പാതിയാ കൊടുക്കുന്നത്. സ്വന്തം കാര്യം വരുമ്പോ ഈശോനെ വിട്ടുകൊണ്ട്. ഫിലിപ്പിയർ 2:21 എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു, ഈശോയുടെ കാര്യം നോക്കാൻ ആരില്ല. വല്യമ്മയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു തന്നെ ഏറ്റും. എന്നിട്ട് പറഞ്ഞു ഇവിടെ 2 പാപികൾ വന്നിട്ടുണ്ടെന്ന്. ഞാനും കൂടെ ഉണ്ടായ സഹോദരൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എവിടെ വിശ്വാസത്തെ തന്ത്രങ്ങളും ഈ തന്ത്രങ്ങളും നമുക്കറിയാം. 2 Corinthians 2
10, 11 അവന്റെ തന്ത്രങ്ങളെല്ലാം അറിയും. അതുകൊണ്ടാണ് ഒരു പ്രവാചകൻ വന്നാൽ ഉടനെ അറിയാൻ സാധിക്കും. കർത്താവിന്റെ കൃപയിലായതുകൊണ്ട് വെളിപാട് 2:2 കൂടി. അതുകൊണ്ടാണ് അനേകരും ഞങ്ങൾ എതിർക്കുന്നത്. കൂടെ നിൽക്കുന്നവർ പോകും വിട്ട് സാധ്യമല്ല നിൽക്കാൻ. എന്തുകൊണ്ടാണ്? വിശുദ്ധി പാലിക്കാതെ എളിമയില്ലാതെ ഒരാൾക്ക് കർത്താവിനെ വഹിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ആ നിമിഷത്തിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ലൂക്ക 10:17-20 വരണം. വല്യമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്മക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളം പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു കുടിക്കാനായി. വല്യമ്മ തലയിൽ കൊണ്ട് താഴെ വീണു. വല്യമ്മയുടെ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അത് വരെ മാതാവ് കിടന്നു, ഈശോ വെള്ളം ഉൾപ്പെട്ട് വന്നേക്കുന്നു. വല്യമ്മ പറഞ്ഞ എല്ലാം ഇവിടെ കേട്ടിട്ടുണ്ട്. ഉണ്ടോ? എല്ലാം. ഇതുപോലെ വേറൊരു സ്ഥലത്ത് അനേക അനുഭവങ്ങളുണ്ട്. ഇത് 4 കേരള എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നു. ഞങ്ങളോട് പറഞ്ഞു 9 മണിക്ക് നിർത്തണമെന്ന്. കർത്താവിന് 9 മണിയുണ്ടോ? അത് നമുക്കാണുള്ള 9 സമയത്താണ്. വാച്ചൊക്കെ നല്ല കൊണ്ട് ഇതൊക്കെ നമുക്കാണ്. ഈശോയ്ക്കല്ലോ. ഈശോ ആത്മാവാണ്. യോഹന്നാൻ 4:23-24 ദൈവത്തിന്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യസ് 3:17-18 ദൈവം ശക്തിയിലാണ്. 1 കൊരിന്ത്യസ് 4:20 ഈ ശക്തിയിലാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകണം നമ്മൾ? അല്ലെങ്കിൽ മറ്റവും കൊണ്ടുപോകും. യാക്കോബ് 4:5 ദൈവം നമ്മുടെ ആത്മാവിനെ അഭിലഷിക്കുന്നു. ആശ്രയുടെ ഞങ്ങളോട് പറഞ്ഞു 9 മണിക്ക് നിർത്തണം പ്രാർത്ഥന. ഒരിതുമില്ല. 9 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റേറ്റിലായിരുന്നു. കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുക. ഞങ്ങൾ എത്ര സമയം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം തന്നില്ല. കുർബാന താമസിച്ചു പോയി. കാരണം അത്രയും വഴിയെല്ലാം ബ്ലോക്ക് ആകുന്നത്. അവനധികം എല്ലാ തന്ത്രങ്ങളും നമ്മൾ എവിടെയെങ്കിലും വിടാതിരിക്കാൻ. ഇതുകൊണ്ടാണ് ബന്ധിച്ച് അവനേക്കാളും ശക്തരാണ് നമ്മൾ. അത് 1 യോഹന്നാൻ 3:8 കൃപയാണത്. നിങ്ങൾ ശക്തരാണോ അല്ലയോ? ആണോ? സായിബാബയുടെ ശക്തി നിങ്ങളാണ്. 1 യോഹന്നാൻ 2:14 നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ മറ്റുള്ള ഒന്നുമല്ല, വെറും പൊടിയാണ് അവര്. കർത്താവിന്റെ നാമം പറഞ്ഞാല് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് 9 മണിയായി. കൃത്യം 9 മണിയായപ്പോ എടുക്കുമല്ലോ കുർബാന എടുത്തോണ്ട് പോകും. മാറ്റാനായിട്ട് അവൻ എടുത്തോണ്ട് മാറ്റിയിരുന്നു. ഈശ്വരൻ നാമം പറഞ്ഞപ്പോ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു നല്ല ഡ്രസ് ചെയ്ത് ഏറ്റവും നല്ല മിടുക്കിയായിട്ട് നിൽക്കാണ് താഴെ കിടന്നത്. അപ്പോഴാണ് കണ്ണ ഉറക്കുന്നത്. കാരണം വല്ല പാവത്തിലായാലും കൊണ്ടുപോകും. ഇത് അവിടുത്തെ പ്രധാനിയുടെ മാവിൽ തന്നെ നടത്തി കിടന്നപ്പോ ഒന്നും ചെയ്യാൻ താഴെ അവിടെ വന്ന പാമ്പായി ഉണ്ടോ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിനെ നാമത്തിൽ അവിടെ ഞങ്ങളെ പിടിച്ചു നോക്കി 2 മണിക്കൂർ അത് മടക്കി കൊണ്ടുവന്ന് വെച്ചു പോവാണ്. അപ്പൊ ഈശ്വരനെ അങ്ങനെ എടുത്ത് കളയാൻ സാധിക്കില്ല. കണ്ടോ? ഈശ്വരൻ മാസം വന്നവർക്ക് കളയാൻ സാധിക്കുമോ? മരണമുണ്ടോ? യോഹന്നാൻ 8:31-51 ഈശോയ്ക്ക് പറഞ്ഞ മരണമില്ല. യോഹന്നാൻ 8:31 യഥാർത്ഥ ശിഷ്യരായി നാം ഇപ്പൊ ഇവിടെ വരണോ? ഈ സമയത്ത് വീട്ടിൽ എവിടെയെങ്കിലും ആരെങ്കിലും തലയിലെ പെങ്ങൾ മത്സരത്തിന് അവിടെ പോകും. അപ്പോഴാണ് കൃപ കിട്ടുന്നത്. ലൂക്ക 9:60 ഇങ്ങനെ വചനം അറിയുമ്പോഴാണ്. കണ്ടോ? വചനം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ദൈവം കൃപ തരുന്നത്. കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവന് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് കർത്താവ് കൊടുക്കും. ദൈവത്തിന്റെ മക്കളായാലോ ചോദിക്കുന്ന തരുമോ? തരും. റോമ 8:14-17 എന്താ കിട്ടാതിരിക്കുന്നത്? നമ്മൾ പാപത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. യോഹന്നാൻ 9:31 പാപിയുള്ള പ്രാർത്ഥന കേൾക്കില്ല. യെശയ്യാ 59:1-2 പുറം തിരിച്ചു കളയും. അല്ലെങ്കിൽ നമ്മുടെ നേരെയായിരിക്കും തന്റെ കണ്ണും കാതുകളും എല്ലാം ദൈവം. 1 പത്രോസ് 3:12 നാം എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം കേൾക്കും. ദാനിയേൽ 10:12 അതാണ് എളിമയിലെടുത്തിട്ടാണ് ദൈവം എല്ലാം വിടുന്നത്. അതാണ് 2 തെസ്സലോനിക്കർ 2 ദിനവൃത്താന്തം 7:12-17 വായനത്തിലാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് അത് എളിമപ്പെട്ടിരുന്നത് മാത്രമേ സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ തന്നെ ഇവിടെ എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന വചനം യെശയ്യാ 66:2 ആത്മാവിൽ എളിമയുടെ അനുതാപത്തോടും കൂടി ഇന്ന് വചനം കേൾക്കുന്നതാണ്. വചനം പറയുന്നത് ഞങ്ങൾ ഭയത്തോടെ വേണം വചനം പറയാൻ. അതുകൊണ്ടാണ് ഈശ്വരാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തിയിട്ട് പറയുന്നതെല്ലാം ഈശോയായിരിക്കണം. ആ നിരത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ